80ഓളം സിനിമകളിലെ നായകനായ വിജയ് ജനങ്ങൾക്കിടയിലെ നായകനാവാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പായി ചെയ്ത അവസാന ചിത്രം ജനനായകൻ. നമസ്കാരം, വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ജനനായകൻ എന്ന മൂവി ഒരു ടിപ്പിക്കൽ വിജയ് മാസ് മസാല മൂവി തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്റ്റഡ് ആസ് വെൽ. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത അത് കുറച്ച് പൊളിറ്റിക്കൽ കൂടിയായിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയത് വിജയുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വിജയ്ക്ക് ജനങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ജനങ്ങൾക്കിടയിലെ ജാതി വിവേചനങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നും ആരാണെന്നും ഏത് പവറാണെന്നും ഈ തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ജനനായകൻ എന്ന മൂവിയിലൂടെ വിജയ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പടം തുടങ്ങുന്നത് ഒരു മാസ് ഫൈറ്റ് സീനുമായിട്ടാണ്. ആൻഡ് അതിൽ വിജയ് ഹീറോയ്ക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അതിൽ ഒരു പ്രിസണറായിട്ടാണ് വിജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ആസ് യൂഷ്വൽ ഒരു വിജയ് മൂവിയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ജനങ്ങളുടെ നായകനായി മാറുകയാണ്. അതെങ്ങനെ മാറുന്നു, അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അങ്ങനെയാണ് പടം കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഇതിൽ നോട്ടീസ് ചെയ്ത ഒരു ഫാക്ടർ വാസ് ദാറ്റ് ഇതിലൊരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മൈൻഡിൻ്റെ ഡയമെൻഷൻസ് കാണിക്കുന്ന ഒരു ഫാക്ടർ ഈ മൂവിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫോബിയ, ഫിയർ, ഇപ്പോൾ വില്ലൻ്റെ ആണെങ്കിലും ഒരു ബ്രെയിനിൻ്റെ പ്രോസസ്സിങ് ഡയമെൻഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡിൻ്റെ വർക്കൗട്ട് അല്ലെങ്കിൽ മൈൻഡ് വർക്ക് ചെയ്യുന്ന രീതിയും ഈ മൂവിയിൽ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. കാസ്റ്റിങ്ങിലേക്ക് വരുമ്പം ഒരുപാട് സീസൺഡ് ആക്ടേഴ്സായ പ്രകാശ് രാജ്, ബോബി ഡിയോൾ, പ്രിയാമണി, അങ്ങനെ ഒരുപാട് സീസൺഡ് ആക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ആണ് ജനനായകൻ എന്ന മൂവിയിൽ. എനിക്ക് ആസ് എ മലയാളി ഭയങ്കര പ്രൗഡ് ഫീലിംഗ് കിട്ടിയത് മമിത ബൈജുവിൻ്റെ ക്യാരക്ടറായിരുന്നു. വിജയുമായുള്ളൊരു വളരെ ക്ലോസ് ക്യാരക്ടർ തന്നെയാണ് ഈ മൂവിയിൽ മമിത ചെയ്തിരിക്കുന്നത്. ആൻഡ് വെരി ഫ്രാങ്ക്ലി വളരെ ഒരു നീറ്റ് പെർഫോമൻസ് ആയിരുന്നു മമിതയുടെ. എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ആ ഫൈറ്റ് സീനൊക്കെ സീനാക്കിയിട്ട്. അതുപോലെ തന്നെ ഈ മമിതയുടെ തന്നെ കുട്ടിക്കാലത്തെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ലിതന്യ എന്നാണ് പേര്. ആൻഡ് ഷീ ഹാസ് ഓൾസോ ഡൺ ഇറ്റ് വെരി വെരി ക്യൂട്ട്ലി, വെരി അഡോറബിളി. നമുക്ക് അത് കാണുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. ഒരു ക്ലാസിക് ഹീറോസ് ജേർണി കാണിക്കുന്ന ഒരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിൽ ബിഗിനിങ് ഹീറോയിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഹീറോയിൻ്റെ ഫൈറ്റ് സീൻ, ഹീറോയിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നു. പിന്നീട് ജനങ്ങൾക്ക് ഈ ഹീറോയിൻ്റെ ആവശ്യം കാണിക്കുന്നു. ജനങ്ങളിലേക്ക് ഹീറോ ഇറങ്ങി വരുന്നു. അതിനുശേഷം ആ ഇഷ്യൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇഷ്യൂവിനെ ഹീറോ ഫേസ് ചെയ്യുന്നു. അവസാനം ക്ലൈമാക്സിൽ ആ ഇഷ്യൂ തീർക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് പോയിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വരുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സീസൺഡ് ആക്ടേഴ്സ് ഉണ്ട്. പ്രകാശ് രാജ് ഉണ്ട്, ബോബി ഡിയോൾ ഉണ്ട്, പ്രിയാമണി ഉണ്ട്. പക്ഷേ എനിക്ക് എവിടെയോ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ ക്യാരക്ടേഴ്സിൽ നിന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മേ ബി എനിക്ക് ഫീൽ ചെയ്തത് വിജയുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തത് കാരണം ഇവരെല്ലാവരും കുറച്ച് ബാക്കിലേക്ക് വലിഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ബാക്കിലേക്ക് വലിഞ്ഞു. അത് കാരണം ഇവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പേഴ്സണാലിറ്റി മൊത്തത്തിൽ പുറത്തു വരാത്ത പോലെ ഫീൽ ചെയ്തു. ബോബി ഡിയോളിൻ്റെ ഒരു വില്ലൻ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ചുകൂടി ഒരു വില്ലനസ് ആയ, കുറച്ചുകൂടി നമുക്ക് ദേഷ്യം വരുന്ന, കുറച്ചുകൂടി നമുക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു വില്ലനാവാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ഒരു എക്സ്ട്രീമിലേക്ക് ബോബി ഡിയോളിൻ്റെ പെർഫോമൻസോ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ പോയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ സെയിം പ്രകാശ് രാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുള്ള ഒരു വില്ലനാണ്. പക്ഷേ ആ മൂവീസിലൊന്നും നമുക്ക് പ്രകാശ് രാജിനോട് തോന്നാത്ത ഒരു വെറുപ്പ്, തോന്നുന്ന ഒരു വെറുപ്പ് ഈ മൂവിയിൽ തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി അത് തോന്നിയില്ല. പിന്നെ പ്രിയാമണിയിലേക്ക് വരികയാണെങ്കിലും ആ ഒരു ക്യാരക്ടറിനും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പേസ് കുറവുണ്ട്. അത് ചെയ്ത് കാണിക്കാനും മാത്രമുള്ള ഒരു സ്പേസിൻ്റെ ഒരു കുറവ് പോലെയാണ് എനിക്ക് മൊത്തത്തിൽ വിജയ് എന്ന ക്യാരക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം തോന്നിയത്. ഇനി സിനിമയുടെ മ്യൂസിക്കിലേക്ക് വരികയാണെങ്കിൽ മ്യൂസിക് നമ്മൾ നേരത്തെയൊക്കെ കുറേ ഇതിൻ്റെ സോങ്സ് ഒക്കെ ഇറങ്ങി നമ്മൾ കണ്ടതാണ്. തലപതി കച്ചേരി എന്നുള്ള പാട്ടൊക്കെ ആ തിയേറ്ററിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബുണ്ട്. സോങ്സിന് നല്ലൊരു വൈബുണ്ട് തിയേറ്ററിൽ പ്രത്യേകിച്ച് കാണുമ്പോൾ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് കുറച്ചുകൂടി കണക്റ്റിംഗ് ആകായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഇമോഷൻസ് ഒന്നും എനിക്ക് പേഴ്സണലി എന്നിലേക്ക് എത്തിയിട്ടില്ല. ഞാനൊരു എക്സ്റ്റേണൽ ഒരു ഫിക്ഷണൽ സാധനം കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് കാണേണ്ടി വന്നത്. എനിക്ക് ആ ഒരു ഇമോഷൻസ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനോ
പറ്റിയില്ല. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു കുറവ് അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി വാസ് ഓൾസോ ഗുഡ്. നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പം ആ ഒരു വിഷ്വൽ ഒരു സ്പെക്ടക്കിൾ കിട്ടുന്നത് നീറ്റായിട്ട് തന്നെയാണ്. നമുക്കതിലൊരു കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു കുറവായിട്ട് എനിക്ക് ആ സിനിമയിൽ സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിംസോ വിഷ്വൽസോ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഐ ഫെൽ ദ സെയിം ലൈക്ക് സിനിമാറ്റോഗ്രഫി. വലിയ കുറവുകളോ അല്ലെങ്കിൽ എടുത്തു പറയാനോ മാത്രം ഉള്ള ഇഷ്യൂസായിട്ട് എനിക്ക് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടൊന്നും എഡിറ്റിങ്ങിൽ എനിക്ക് തോന്നിയില്ല. പിന്നെ VFX ഐ ഫെൽറ്റ് ലൈക്ക് കുറച്ച് ഓവർ ഫിക്ഷണലായി പോയ പോലെ എനിക്ക് തോന്നി. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇത് VFX ആണ്, അത് VFX ആണ് എന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലാണ് VFX ചെയ്തത്. സോ അവിടെ ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ മൂവിയുടെ ഒരു മേജർ പാർട്ടും സ്റ്റൺസ് ആണ്, ഫൈറ്റ്സ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര നീറ്റായിട്ട് ഒരു ക്ലാസിക് വിജയ് മൂവിയിൽ കാണിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ട് അത്യാവശ്യം നമ്മളിങ്ങനെ എൻഗേജിങ് ആക്കി വെക്കുന്ന രീതിയിൽ തന്നെ സ്റ്റൺസും ഫൈറ്റ്സും പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത്, ഞാൻ പിന്നെയും പറയുന്നത്, അവസാനം അമിതാഭ് ബൈജുവിൻ്റെ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അത് വാസ് ജസ്റ്റ് ഗ്രേറ്റ്. അതിൽ വിജയുടെ ഒരു റിയാക്ഷനും അമിതാഭ് ബൈജു ആൻഡ് വിജയുടെ ഒരു കോമ്പിനേഷൻ ആ ഒരു സീനിൽ എനിക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നു, ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നി. ഈ മൂവിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദർ, സിനിമാറ്റോഗ്രാഫർ സത്യൻ സൂര്യൻ, എഡിറ്റർ പ്രദീപ് ഇ രാഘവ് ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ വി സെൽവകുമാർ. ജനനായകൻ എന്ന മൂവിയുടെ ഡയറക്ടർ വളരെ പോപ്പുലർ ആയിട്ടുള്ള എച്ച് വിനോദാണ്. ഇതിനു മുമ്പും ഒരുപാട് നല്ല മൂവീസ് തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് എച്ച് വിനോദ്. ഈ മൂവിയിലും അതിന് വേണ്ടതായ എല്ലാ ക്വാളിറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പ്രസൻറ്റ് ചെയ്തത്. ഒരു ടിപ്പിക്കൽ വിജയ് മൂവിക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് ഒരു നീറ്റ് പ്രസൻറ്റേഷൻ തന്നെയായിരുന്നു എച്ച് വിനോദിൻ്റെ. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഫൺ മാസ് മസാല എൻ്റർടൈനിങ് മൂവി തന്നെയാണ് ജനനായകൻ എന്ന മൂവി. ഒരു ടിപ്പിക്കൽ വിജയ് മൂവി ഒരു ലോജിക്കില്ലായ്മകൾ ഉണ്ടെങ്കിലും നമുക്കത് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നാത്ത ഒരു മൂവി. വിജയുടെ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും തോന്നാത്ത ഒരു മൂവി തന്നെയാണ്. സോ ഐ വുഡ് സജസ്റ്റ് അഗെയിൻ ടു വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. കാരണം നമ്മൾ യൂട്യൂബിൽ സോങ്സ് ആണെങ്കിലും യൂട്യൂബിൽ കാണുന്ന ഒരു ഫീലും തിയേറ്ററിൽ പോയി ആ ഒരു സോങ് കാണുന്ന ഫീലും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. സോ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടണം ഈ മൂവിക്ക്. ആൻഡ് എസ്പെഷ്യലി സിൻസ് ഇറ്റ്സ് ദ ലാസ്റ്റ് മൂവി ഓഫ് വിജയ്, നമ്മളിനി ഒരിക്കലും വിജയുടെ ഒരു പുതിയ മൂവി തിയേറ്ററിൽ കാണാൻ നമുക്ക് കിട്ടില്ല. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.